സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ആശാമാർ മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ നിരാഹാര സമരം ഇരിക്കുമെന്നാണ് പ്രഖ്യാപനം. ആവശ്യങ്ങൾ സർക്കാർ അവഗണിക്കുന്നതിനെതിരെയാണ് നിരാഹാരം. ആദ്യഘട്ടത്തിൽ 3 ആശാവർക്കർമാർ നിരാഹാര സമരമിരിക്കും. ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ മുഖ്യമന്ത്രിയാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമരം ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ലെന്നും മുതലാളിത്ത വർഗ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രിക്കെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമരം വിജയിക്കാൻ പാടില്ലെന്ന വാശിയാണ് സംസ്ഥാന സർക്കാരിനെന്നും സമരം ചെയ്യുന്ന സ്ത്രീകളോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനമെന്നും അദ്ദേഹം പറഞ്ഞു. ആശാമാരോടുള്ള അവഗണന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം അതിരൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആശാമാർക്ക് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആശാമാരുടെ വേദന മനസ്സിലാക്കി ഒരു ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുന്നില്ലെന്നും ചെന്നിത്തല. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റേതാണ് ഉത്തരവ്. വിധി വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണ ചുമതലയിൽ നിന്ന് നീക്കി. കരുവന്നൂർ കേസിൽ ഈ മാസം 2ാം കുറ്റപത്രം നൽകാനിരിക്കെയാണ് നടപടി. ആദിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യപ്രതിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എന്നെ ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇന്നലെ പിടിയിലായ മുഖ്യപ്രതി കൊല്ലം സ്വദേശി അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിൽപ്പനയ്ക്കായി അനുരാജ് വാങ്ങിയത് 4 കിലോ കഞ്ചാവെന്നും പോലീസിന് മൊഴി നൽകി. കഞ്ചാവ് വാങ്ങുന്നതിന് 16,000 രൂപ ഗൂഗിൾ പേ വഴിയും ബാക്കി തുക നേരിട്ടും കൈമാറിയെന്ന് പോലീസ്. ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് മാറ്റുമെന്നും വിഷയം അതീവ ഗുരുതരമെന്നും മുഖ്യമന്ത്രി. ലഹരി വ്യാപനം തടയുന്നതിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളെ ലഹരി പോലുള്ള മറ്റു ഭീകര മേഖലയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. തൃശൂർ നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്നത് മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പണമുണ്ടാക്കാനുള്ള അമിതമായ ആഗ്രഹമാണ് തട്ടിപ്പുകാർക്ക് കേരളത്തിൽ വളമാകുന്നതെന്നും സതീശൻ പറഞ്ഞു. ജഡ്ജിമാരും തട്ടിപ്പിനിരയാകുന്നുണ്ടെന്ന് സ്പീക്കറും പറഞ്ഞു. മലപ്പുറത്ത് രാസലഹരി നൽകി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് വേങ്ങര ചേറൂർ സ്വദേശി അബ്ദുൾ ഗഫൂർ. 2020 +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 വരെ നീണ്ടു. നഗ്നദൃശ്യം പകർത്തി സ്വർണ്ണാഭരണവും തട്ടി. പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനമെന്ന് പോലീസ്. ആനയെഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആനയെഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമെന്ന് വിമർശനം. കാട്ടാനകളുടെ സർവേയും നിർത്തിവെക്കാൻ നിർദ്ദേശം. ഇടുക്കി ഗ്രാമ്പിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. കടുവ ചത്തത് തേക്കടിയിലെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റവേ. ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കടുവയ്ക്ക് നേരെ 3 തവണ വെടിവെച്ചെന്ന് DF. മലപ്പുറത്ത് വേനൽ മഴയിൽ കനത്ത നാശനഷ്ടം. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മലയോര മേഖലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്നു. നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിലേക്ക് മരം പൊട്ടി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം പ്ലാമൂട്ടുകടയിൽ വൃദ്ധൻ വെന്തു മരിച്ച നിലയിൽ. റിട്ടയർഡ് SI മുരളീധരൻ നായരാണ് മരിച്ചത്. വീടിന് സമീപം പുരയിടത്തിൽ ചവറുകൾ കൂട്ടിയിട്ട് തീയിട്ടപ്പോൾ തീ ശരീരത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു. ഓടാൻ ശ്രമിച്ചെങ്കിലും തീ ആളിക്കത്തുകയായിരുന്നു. ഉടനെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായി.
ഇടുക്കി നെടുങ്കണ്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അസം സ്വദേശിനിയായ ബാലെ ടുഡുവാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവും ഭർത്താവിന്റെ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിൽ. അസം സ്വദേശികളായ ഭർത്താവ് ഷെനിച്ചാർ, സുഹൃത്ത് ദീപക് എന്നിവരാണ് നെടുങ്കണ്ടം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ദീപകിനെ കുഴിത്തുളവിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട കാണാതായ ശശിയുടെ മൃതദേഹം കണ്ടെത്തി. പാലാഴി റോഡിന് സമീപത്തെ ഓടയിൽ നിന്നാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാളെ ഓടയിൽ വീണ് കാണാതായത്. സമീപ പ്രദേശത്തെ ഓടയിൽ കൈവരി സ്ഥാപിക്കാത്തത് മുൻപും പല അപകടങ്ങൾക്കും കാരണമായെന്നും നാട്ടുകാർ. ഇടുക്കി പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. സ്റ്റേറ്റ് പൂപ്പാറ കൊച്ചുപറമ്പിൽ സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ 45 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ 12-ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. തൃശൂർ കൊണ്ടാഴിയിൽ രാത്രിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി തടയണിയിലൂടെ സഞ്ചരിച്ച കാർ പുഴയിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്ന 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ബാലകൃഷ്ണൻ, സദാനന്ദൻ, വിശാലാക്ഷി, രുക്മിണി, കൃഷ്ണപ്രസാദ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. കുത്താമ്പുള്ളിയിൽ നിന്നും കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. കൊച്ചി കാക്കനാട് പൊതുപ്രവർത്തകന് നേരെ ആക്രമണം. തുതിയൂർ സ്വദേശി ബാബു ആന്റണിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ദേവാലയത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന ബാബുവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ തുതിയൂർ സ്വദേശിയായ മനോജ് ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കടിയേൽക്കാതിരിക്കാൻ പ്രതിരോധിക്കുന്നതിനിടയിൽ ബാബു ആന്റണിയുടെ വലത് കൈക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ബാബു ആന്റണിയെ കാക്കനാട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജിനെ തൃക്കാക്കര പോലീസ് പിടികൂടി. കോഴിക്കോട് മുക്കം മണാശ്ശേരിയിൽ KSRTC ബസ് മറിഞ്ഞ് അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11:30 അപകടം. കോഴിക്കോട് നിന്ന് കൂമ്പാറയിലേക്ക് പോവുകയായിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണം. അപകട സമയത്ത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ. എന്നാൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം റോഡിൽ നിന്ന് തെന്നിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത കുന്നത്തങ്ങാടിയിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയിൽ നിന്നും മണ്ണ് വീണ് അപകടം. ക്യാബിന്റെ ഡോർ അകന്ന് വെട്ടുകല്ലിന്റെ പൊടി 100 അടിയിലധികം ദൂരം റോഡിൽ പറന്നു. പൊടിശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ റോഡിൽ വെള്ളമൊഴിച്ച് പൊടിശല്യം നിയന്ത്രിച്ചുവെങ്കിലും ബൈക്ക് യാത്രികർ ഉൾപ്പെടെ സ്ഥലത്ത് തെന്നി വീണു. കൊച്ചി പെരുമ്പാവൂരിൽ 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ആലുമൂട് സ്വദേശി റഷീദിനെയാണ് ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ നായത്തോട് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസിനോട് പറഞ്ഞു. ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് വിൽപ്പന. കർണാടകയിൽ വൻ രാസലഹരി വേട്ട. ബംഗളൂരുവിൽ 75 കോടി വിലമതിക്കുന്ന 37.87 കിലോഗ്രാം MDMA പിടികൂടി. ലഹരി റാക്കറ്റിലെ ദക്ഷിണാഫ്രിക്കൻ പൗരത്വമുള്ള 2 വനിതകളെ മംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംബ ഫൻഡ, അബിഗൈൽ അഡോണിസ് എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിക്ക് സമീപത്തു നിന്നാണ് യുവതികൾ പിടിയിലായത്. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ സദാം നദാഫി, മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കട നടത്തി വരികയാണ്. ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മംഗളൂരുവിൽ തോക്കും വെടിയുണ്ടകളുമായി യുവാവ് അറസ്റ്റിലായത് മഞ്ചേശ്വരം കടമ്പാർ സ്വദേശി അബ്ദുൾ ഫൈസൽ. ഏതാനും ദിവസം മുമ്പ് സമാന രീതിയിൽ കാസർഗോഡ് സ്വദേശികളായ 4 പേരെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നാണ് ഫൈസലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. യുവാവിനെയും കൂട്ടുകാരനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 17 വർഷം തടവ്. തൃശൂർ മണത്തല സ്വദേശി അനീഷിന് ചവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2009 കേസിനാസ്പദമായ സംഭവം. അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നൌഫലിനെയും കൂട്ടുകാരനായ ജാഫറിനെയും വാൾ കൊണ്ട്
ജാഫറിനെയും തടയാൻ ശ്രമിച്ച നൗഫലിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ വലപ്പാട് ഓട്ടോ ഡ്രൈവറെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതി റിമാൻഡിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഴീക്കോട് സ്വദേശി അംജദിനെ നാട്ടിക സ്വദേശി അഖിൽ ആക്രമിച്ചത്. സവാരി വന്നതിന്റെ വാടക ചോദിച്ചതിന് അംജദിന്റെ മുഖത്ത് ഇടിക്കുകയും കരിങ്കൽ കഷ്ണം കൊണ്ട് തലയ്ക്ക് അടിക്കുകയുമായിരുന്നു. തൃശൂർ കൊടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഗുണ്ട പിടിയിൽ. കാട്ടൂർ സ്വദേശി പ്രണവാണ് പിടിയിലായത്. ബാറിൽ ഒരാൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ സുരേഷ്, ASI ഗോകുലൻ, സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരെയാണ് പ്രതി ഭീഷണിപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു. ബംഗളൂരു ജയ്നഗറിൽ തെരുവുനായെ ലൈംഗികമായി ഉപദ്രവിച്ച യുവാവ് അറസ്റ്റിൽ. ദിവസവേതനക്കാരനായ ബീഹാർ സ്വദേശിയാണ് പിടിയിലായത്. ഇയാൾ നായയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുകയും പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുകയുമായിരുന്നു. പ്രാദേശിക മൃഗസംരക്ഷക വീഡിയോ പകർത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു. പരിക്കേറ്റ നായയെ വൈദ്യസഹായം നൽകുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസിന് സമീപം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യ വിരുദ്ധർ തീയിടാൻ ശ്രമിച്ചതായി പരാതി. രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ജോയി രാജാക്കാട് പോലീസിൽ പരാതി നൽകി. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി ജിനീഷിന്റെ വീടെന്ന സ്വപ്നത്തിന് യൂണിയൻ പ്രവർത്തകർ തടയിടുന്നതായി പരാതി. ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടതോടെയാണ് വീട് നിർമ്മാണം പ്രതിസന്ധിയിലായത്. മുതിർന്ന നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടെ പോലീസും മൗനത്തിലായെന്നാണ് ജിനീഷ് പറയുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനപാലകർ കർഷകന്റെ വീട് കത്തിച്ച ശേഷം വീട്ടുപകരണങ്ങൾ അടക്കം വിറ്റതായി പരാതി. പാൽക്കുളമേട് സ്വദേശി നിജോ പോളിന്റെ വീടാണ് വനപാലകർ കത്തിച്ചത്. ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി അക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു. ഇടുക്കി മൂന്നാറിൽ നവീകരണത്തിനായി അടച്ച റോഡ് സ്വകാര്യ ഗ്യാസ് ഏജൻസി തുറന്ന് വാഹനം കയറ്റിയത് പ്രതിഷേധത്തിനിടയാക്കി. കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉറയ്ക്കുന്നതിന് മുൻപ് വാഹനം കയറ്റിയതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയത്. വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസിയെ അറിയിച്ചു. അതിവേഗ വാർത്ത തുടരുന്നു. ഉത്തരാഖണ്ഡ് ധന പാർലമെന്ററി കാര്യ മന്ത്രി പ്രേംചന്ദ് അഗർവാൾ രാജി സമർപ്പിച്ചു. ഫെബ്രുവരിയിലെ സംസ്ഥാന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ തുടർന്നാണ് രാജി. സംസ്ഥാനത്തെ മലയോര ജനതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ആഴ്ചകൾക്ക് മുൻപ് പ്രേംചന്ദ് അഗർവാൾ നടത്തിയത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി ഓഫീസിലെ വനിതാ ദിനാഘോഷം UAPA കേസ് പ്രതി KK ഷാഹിന ഉദ്ഘാടനം ചെയ്തതിൽ അന്വേഷണവുമായി കേന്ദ്ര ഇന്റലിജൻസ്. ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതികളെ സഹായിച്ചതിന് UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ നേരിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഷാഹിന. ജാർഖണ്ഡിൽ 3 മക്കളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കി. ജാർഖണ്ഡിലെ ഗിരിദ് ജില്ലയിലാണ് സംഭവം. അഫ്രീൻ പർവീൻ, സൈബാനാസ്, സഫാൽ അൻസാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പിതാവ് സനൗൾ അൻസാരിയാണ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ ആളടക്കമില്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. അമേരിക്കയിൽ പിറ്റ്ബുൾ നായകളുടെ ആക്രമണത്തിൽ 73കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. സ്ത്രീയെ ആക്രമിച്ച നായ്ക്കളുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്തി. 2024 ഒക്ടോബറിലാണ് 73കാരിയായ ജോവാൻ എച്ചൽബാർഗ് അയൽവാസികൾ വളർത്തുന്ന പിറ്റ്ബുൾ നായകളുടെ ആക്രമണത്തിന് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് 2 നായകളെയും വെടിവെച്ച് വീഴ്ത്തി. പിന്നീട് നടത്തിയ ടോക്സിക്കോളജി പരിശോധനകളിലാണ് നായകളുടെ ശരീരത്തിൽ കൊക്കൈന്റെ അംശം കണ്ടെത്തിയത്. 9 മാസക്കാലമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടന്ന നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന തീയതി പ്രഖ്യാപിച്ച് നാസ. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമെന്ന് നാസ പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ 8:15 ഡ്രാഗൺ സ്പേസ് എക്സ് ക്രൂ ക്ലോഷർ തയ്യാറെടുപ്പുകൾക്കൊപ്പം സ്പേസ് എക്സ് ക്രൂവിനെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും നാസ അറിയിച്ചു. മധ്യ അമേരിക്കയിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ മരണസംഖ്യ ഉയരുന്നു. 7 സംസ്ഥാനങ്ങളിലായി 37 പേർ മരിച്ചതായാണ് ഇതുവരെയുള്ള കണക്കുകൾ.
മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. വെള്ളിയാഴ്ച മുതൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് കരോലിന, ജോർജിയ, ഫ്ലോറിഡ, മിസോറി, അലബാമ, അർക്കൻസാസ് എന്നീ സംസ്ഥാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ന്യൂമോണിയ ബാധിച്ച് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശുപത്രിവാസത്തിനിടെയുള്ള ആദ്യ ചിത്രം പുറത്തുവിട്ട് വത്തിക്കാൻ. ജമല്ലി ആശുപത്രിയിലെ ചാപ്പല്ലെ അൾത്താരയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പ്രകടമായ പുരോഗതിയുണ്ടെന്നും ഏറ്റവും പുതിയ പരിശോധനാ ഫലങ്ങളിൽ ശ്വാസകോശങ്ങൾ രോഗമുക്തമാകുന്നത് വ്യക്തമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി മാറി ഖത്തർ. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നംബിയോ തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സുരക്ഷിത രാജ്യങ്ങളിൽ ഖത്തർ മുന്നിലെത്തിയത്. പട്ടികയിൽ 2ാം സ്ഥാനത്ത് UAEയും 3ാം സ്ഥാനത്ത് തായ്വാനുമാണുള്ളത്. കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ തോതാണ് ഖത്തറിലുള്ളതെന്ന് പഠനം പറയും. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് UAEയുടെ കൃത്രിമ ഉപഗ്രഹമായ ഇത്തിഹാദ് സാറ്റിൽ നിന്ന് ആദ്യ സന്ദേശം ലഭിച്ചതായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അറിയിച്ചു. യുഎസിലെ കാലിഫോർണിയ വാൻഡൻബർഗ് സ്പേസ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് റഡാർ സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. UAE ഈ വർഷം വിജയകരമായി വിക്ഷേപിക്കുന്ന 2ാമത്തെ ഉപഗ്രഹമാണ് ഇത്തിഹാദ് സാറ്റ്. കോഴിക്കോട് ചേളന്നൂരിൽ കളഞ്ഞു കിട്ടിയ പേഴ്സ് തിരികെ നൽകി മാതൃകയായി. പാലത്ത് സ്വദേശി രവീന്ദ്രനാണ് റോഡരിയിൽ നിന്ന് 12,000 രൂപ അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകിയത്. ഉടമസ്ഥന്റെ വിവരങ്ങൾ പേഴ്സിൽ നിന്ന് ലഭിക്കാത്തതിനാൽ പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വിവരം കൈമാറി. തുടർന്ന് മലപ്പുറം അരീക്കോട് സ്വദേശി ദിൽക്കാസ് രവീന്ദ്രനെ ബന്ധപ്പെടുകയും തന്റെ പേഴ്സാണ് കളഞ്ഞുപോയതെന്നും അറിയിച്ചു. വിവരങ്ങൾ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് രവീന്ദ്രൻ പ്രദേശവാസികളുടെ സാന്നിധ്യത്തിൽ ദിൽക്കാസിന് പേഴ്സ് കൈമാറി. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം നടത്തിയത്. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം കാങ്കപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂ ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും 2ാം ഘട്ട യോഗം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ കുമ്മിടി നാസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് വഴി 102 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. കൊല്ലം ഇടക്കിടത്ത് സർവശിക്ഷ കേരളം നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടക്കിടം LP സ്കൂളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് വളർത്തി പഠനത്തോടൊപ്പം പുതിയ ആശയം വളർത്താനും കുട്ടികൾ തമ്മിലുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഉത്സവമാക്കി മാറ്റി നാട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 3.90 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 15 ക്ലാസ് മുറികൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ബ്രഹ്മക്കുളം മണ്ണുമ്മൽ റോഡ് നിർമ്മാണം പൂർത്തിയായി നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. 200 മീറ്റർ നീളമുള്ള റോഡിന് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 9.6 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ലഹരിയാവാം ജീവിതത്തോട്, ലഹരിയാവാം അക്ഷരങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി കോഴിക്കോട് മുക്കം കല്ലുരുട്ടി യുവശക്തി വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ലഹരി വിരുദ്ധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. തൊട്ടത്തിൻ കടവിൽ നിന്നാരംഭിച്ച കൂട്ടയോട്ടം മുക്കം നഗരസഭാ കൗൺസിലർ നൌഫൽ മല്ലശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. വായനശാല പ്രവർത്തകൻ ഫിനു VM പതാക ഏറ്റുവാങ്ങി. ലഹരി വിരുദ്ധ കൂട്ടായ്മ കല്ലുരുട്ടി ഡിവിഷൻ കൗൺസിലർ വേണു കല്ലുരുട്ടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടയോട്ടത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോട് ചേളന്നൂർ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയാത്ത ഭരണകൂട നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമിരമ്പിക്കൊണ്ടാണ് ജാഥ സമാപിച്ചത്. ലഹരിക്കെതിരെ മുസ്ലിം യുവജന സംഘടനയായ ISM 100 കേന്ദ്രങ്ങളിൽ യുവജന ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കും.
ഇതോടനുബന്ധിച്ച് ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംവാദവും ഇഫ്താർ സംഗമവും കോഴിക്കോട് നടന്നു. മണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം. മലപ്പുറം കുറ്റിപ്പുറത്ത് ലഹരിക്കെതിരെ പ്രതിരോധ ജ്വാല തെളിഞ്ഞു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ നമുക്കുണർന്നിരിക്കാമെന്ന പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചത്. സംഗമം KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.